സർ, ഉത്തരാഖണ്ഡിൽ മദ്രസ ബോർഡ് നിർത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ? കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ ഈ ബില്ല് അതിന് അനുമതി കൊടുത്തു. അപ്പോൾ ഇനി അത് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ട് ബില്ല് നിയമമാവും. മദ്രസ ബോർഡ് നിർത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടാണ് കൊടുത്തിരുന്നത്. അത് സത്യത്തെ അത്ഭുതമാണ്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറേ ഇല്ലേ അതിൻ്റെ അകത്ത്? ക്രിസ്ത്യാനികളുണ്ട്, സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്. ഇവരുടെ ഒന്നും അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയിരുന്നില്ല. മുസ്ലിങ്ങൾ മാത്രമാണ് ഉത്തരാഖണ്ഡിൽ. അത് പൊതുവെ നോർത്ത് ഈസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിലും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയാണ് കാണുക. സത്യത്തിൽ ഈ ഹിന്ദുത്വമൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾക്കൊക്കെ ബുദ്ധമതത്തിൽ നിന്ന് കുറേ ആളുകളൊക്കെ എടുത്തിട്ട് ബുദ്ധമതക്കാർക്കുമൊക്കെ കുറേ സ്ഥാപനങ്ങൾ കൊടുക്കാമായിരുന്നു. ഉദാഹരണത്തിന് എൻ്റെ സുഹൃത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ഞാൻ ഈ പത്രപ്രവർത്തനമൊക്കെ നിർത്തിയ കാലത്ത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് ചോദിച്ചു, ബാലൻ ഇപ്പോൾ ബുദ്ധമതത്തിലാണല്ലോ, നമുക്ക് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നഴ്സിംഗ് കോളേജ് ഇതൊക്കെ തുടങ്ങിക്കൂടെയെന്ന്. ബാലൻ പിന്നെ ഈ കച്ചവടത്തിനില്ലല്ലോ. ഞാൻ തമാശയ്ക്ക് ചോദിച്ചാണ്. പക്ഷെ ബുദ്ധമതക്കാരെ മുമ്പിൽ നിർത്തിയിട്ട് ഇത് ഈ BJP-ക്കാർക്കുമൊക്കെ ചെയ്യാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ നോർത്ത് ഈസ്റ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. അതിനുള്ളൊരു ആദ്യ പടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധമതക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഈ അടുത്ത ജൂലൈ 1-ാം തീയതി മുതൽ അവിടെ സ്കൂളുകളിൽ ഗുരുമുഖി, പാലി, ഗുരുമുഖി എന്ന് പറഞ്ഞാൽ മറ്റേ പഞ്ചാബികളുടെ സ്ക്രിപ്റ്റാണ്, സിഖ് മതക്കാരുടെ. പാലി ബുദ്ധമതത്തിൻ്റെ സ്ക്രിപ്റ്റുമാണ്. ഇതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാം എന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം ബുദ്ധമതത്തിലൊരു ശ്രദ്ധ വന്നു തുടങ്ങുന്നു എന്ന് തോന്നുന്നു. അത് ടൂറിസത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നിട്ടുണ്ട്. ബുദ്ധമത സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടേ ബീഹാറും ഒക്കെ ചേർത്തിട്ട് നളന്ദ, തക്ഷശില, ഗോരഖ്പൂർ, നേപ്പാൾ, ഇങ്ങനെ ലുംബിനിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട് ഇപ്പോൾ ടൂറിസത്തിന്. അപ്പോൾ ഗുരുമുഖിയും പാലിയും ജൂലൈ 1 മുതൽ ഉത്തരാഖണ്ഡിൽ മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാം എന്ന് ഈ ഉത്തരവുണ്ട്. ഉത്തരാഖണ്ഡ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് ആക്ട് 2016 പാസ്സാക്കിയതാണ്. അത് ഈ കോൺഗ്രസ് സർക്കാരും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഉത്തരാഖണ്ഡിലെ മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ആക്ട് 2016 അത് റദ്ദാകുന്നു. പിന്നെ അവിടുത്തെ ഉത്തരാഖണ്ഡ് നോൺ ഗവൺമെൻറ് അറബിക് ആൻഡ് പേർഷ്യൻ മദ്രസ റെക്കഗ്നിഷൻ റൂൾസ് 2019 പാസ്സാക്കിയതാണ്. ഈ മദ്രസ അംഗീകാര നിയമം എന്ന് പറഞ്ഞിട്ട് 2019 ഉണ്ടാക്കിയത്. അതും റദ്ദാവും. മദ്രസ ബോർഡ് ആക്റ്റും റദ്ദാവും, അത് അംഗീകരിക്കാനുള്ള നിയമങ്ങളും റദ്ദാവും. അങ്ങനെയാണ് പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവ മദ്രസ ബോർഡ് സിലബസ് ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുക, മദ്രസകൾക്ക് അംഗീകാരം കൊടുക്കുക, ഇതൊക്കെയാണ് ഈ 2 ചട്ടങ്ങൾ വഴി, സ്ഥാപനങ്ങൾ വഴി ചെയ്തുകൊണ്ടിരുന്നത്. പരീക്ഷ നടത്തുക മദ്രസ ബോർഡ്, പിന്നെ പരിശോധനകൾ നടത്തുക, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇതൊക്കെയാണ് ഈ മദ്രസ ബോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഉത്തർപ്രദേശിലും ഇപ്പോൾ മദ്രസ ബോർഡ് പ്രത്യേക സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കേന്ദ്ര പദ്ധതിയിൽ നിന്ന് കോൺഗ്രസ് സർക്കാർ ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രവും നിർത്തിയിട്ടുണ്ട്, ഉത്തർപ്രദേശ് സർക്കാരും അഖിലേഷ് സർക്കാരിൻ്റെ കാലത്തുമൊക്കെ കൂട്ടിക്കൊടുത്തിരുന്നതൊക്കെ നിർത്തിയിട്ടുണ്ട്. അംഗീകാരമില്ലാത്ത മദ്രസകൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് ഉത്തരാഖണ്ഡിൽ ഒരുപാടുണ്ടായിരുന്നു അംഗീകാരമില്ലാത്തത്. അപ്പോൾ മദ്രസ അംഗീകാരത്തിനൊരു കമ്മിറ്റിയും വെച്ചിരുന്നു. മദ്രസ ബോർഡുകളുടെ, മദ്രസയുടെ ഒക്കെ, അതും ഇല്ലാതാവും. 13 അംഗ ബോർഡ് ആയിരുന്നു, അതില്ലാതാവും. അപ്പോൾ ഈ 13 അംഗ ബോർഡിൽ ഒരു അക്കാദമീഷ്യൻ ഉണ്ടാവണം, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ടാവണം, ഹെഡ് മാസ്റ്റർ തലത്തിലുള്ള ഒരാളുണ്ടാവണം, അങ്ങനെ 13 പേര് എന്നൊക്കെ. അതൊന്നും ഇനി ഇല്ല, മദ്രസ ബോർഡ് ഇല്ലാതാവുന്നതോടുകൂടി. ഇനി സിഖുകാർ, ജൈന മതക്കാർ,
ക്രൈസ്തവർ, ബുദ്ധമതക്കാർ, പാഴ്സികൾ ഇവർക്കൊക്കെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം. അത് ഒരുപക്ഷെ ഉത്തരാഖണ്ഡ് മാതൃകയിൽ വടക്ക് കിഴക്കും അസം പോലുള്ള സ്ഥലങ്ങളിലും നാഗാലാൻഡിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അവിടെ 452 മദ്രസകളാണ് ഉത്തരാഖണ്ഡിലുള്ളത്. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഇനി അംഗീകാരത്തിനൊരു അതോറിറ്റി വേറെ സ്ഥാപിക്കും. എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ഥാപനങ്ങൾ മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങളും കൂടി വരുമല്ലോ, അതിൻ്റെ അംഗീകാരത്തിന് വേറൊരു അതോറിറ്റി വരും. ഈ സ്ഥാപനങ്ങൾ സൊസൈറ്റീസ് ആക്ട്, ട്രസ്റ്റ് ആക്ട്, കമ്പനീസ് ആക്ട് ഇതനുസരിച്ച് 3 ആക്ട് അനുസരിച്ചിട്ടും സ്ഥാപിക്കാം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വരുമ്പോൾ ഭൂമി ഉണ്ടാവുമല്ലോ, ഭൂമിയുടെ ഉടമാവകാശം, ബാങ്ക് അക്കൗണ്ടുകൾ, പിന്നെ മറ്റ് സ്വത്തുക്കൾ ഇതൊക്കെ സ്ഥാപനത്തിൻ്റെ പേരിൽ ആയിരിക്കാം എന്ന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കണം. 6 മാസം മുമ്പ് ഉത്തരാഖണ്ഡിൽ ധാരാളം അനധികൃത മദ്രസകൾ അടച്ചു പൂട്ടിയിരുന്നു. അത് ഉത്തരാഖണ്ഡിൽ ഈ പ്രത്യേകിച്ച് ഹിന്ദുമത ഈ ഹരിദ്വാർ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ആ ഭാഗത്തൊക്കെയാണ്. പിന്നെ ഈ ഡിഫൻസ് ഉണ്ട്, പ്രതിരോധ വകുപ്പിൻ്റെ കുറേ സ്ഥലമുണ്ട് അവിടെ, സ്കൂളുകൾക്കും എല്ലാത്തിനുമൊക്കെ വേണ്ടി. പ്രതിരോധ വകുപ്പിൻ്റെ സ്ഥലങ്ങൾ കയറിയിട്ട് ഈ കുറേ ശവകുടീരങ്ങൾ, വ്യാജ ശവകുടീരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ശവകുടീരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നൊക്കെ പിന്നീട് പറയുക, വഖഫിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലമായിട്ട് ഉത്തരാഖണ്ഡിൽ നിർത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതിരോധ വകുപ്പിൻ്റെ ഭൂമികളിലൊക്കെ പണിതിരുന്നതും ഒക്കെ നിർത്തിയിട്ടുണ്ട്. അടുത്ത കാലത്ത് ഈ കമ്പട്ട് യാത്ര എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഈ ശിവക്ഷേത്രങ്ങളിലേക്കൊക്കെ ഈ ജലം ഇങ്ങനെ കമ്പ് കെട്ടി തൂക്കിയിട്ട് ജലം വഹിച്ച് നടന്ന് പോകുന്ന, ശിവക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന യാത്രയാണ് ഈ കമ്പട്ട് യാത്ര. ആ കമ്പട്ട് യാത്രയുടെ സമയത്തും അതുപോലെ ഹിന്ദുക്കളുടെ ആഘോഷങ്ങളൊക്കെ നടക്കുമല്ലോ, ആ സമയത്ത് വരുന്ന വ്യാജ സന്യാസിമാരുണ്ട്. ഈ സന്യാസിമാരെ കുറേ പേരെ ഈ കമ്പട്ട് യാത്രയുടെ സമയത്തൊക്കെ പല ജില്ലകളിലും പോലീസുകാർ ഇത്തവണ തടവിലാക്കുമ്പോഴാണ് അറിയുന്നത് ഈ കാവി ഉടുത്ത് വന്നിരിക്കുന്നവരൊക്കെ പലരും മുസ്ലിങ്ങളാണ്. അപ്പോൾ കാവി ഉടുത്ത സന്യാസിമാർ പലരും അഹമ്മദ് എന്നും മുഹമ്മദ് എന്നൊക്കെ പേരിട്ട ആളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡ്രൈവ് നടത്തിയിരുന്നു. ഈ കമ്പട്ട് യാത്ര 3 ആഴ്ച മുമ്പ് ഇത് നടക്കുമ്പോൾ അങ്ങനെയും ഒരു ഡ്രൈവ് നടത്തി കുറേ ആളുകളെ ഈ ഹരിദ്വാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പിടിച്ചിരുന്നു. 6 മാസം മുമ്പ് മദ്രസകൾ ഇങ്ങനെ പൂട്ടി. പിന്നെ മദ്രസ ബോർഡിൻ്റെ അംഗീകാരമില്ലാത്തത്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരമില്ലാത്തത്, ഈ അനധികൃത മദ്രസകളൊക്കെയാണ് പൂട്ടിയത്. 2020 മുതൽ ഈ അംഗീകാര സമിതി ഉണ്ടല്ലോ മദ്രസ ബോർഡിൻ്റെ, അത് 2020 മുതൽ ചേർന്നിട്ടില്ല. BJP അധികാരത്തിൽ വന്ന് പിന്നെ ചേർന്നില്ല. ഫെബ്രുവരി 27-ാം തീയതി ചേർന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി ചേർന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ അംഗീകാരമില്ലാത്തതൊക്കെ പൂട്ടാനുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി ആണ് ചേർന്നത്. അപ്പോൾ 4 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു തവണ പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ചേർന്നത്. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് സ്വാഭാവികമായും. പിന്നെ ജമിയത്ത് ഉലമ ഹിന്ദ് സെക്രട്ടറി ഖുർഷിദ് അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കെതിരെയാണ് ഈ UCC പൗരത്വ നിയമം വന്നത്, പിന്നെ മതമാറ്റ നിരോധന നിയമം, ആൻറ്റി കൺവെർഷൻ ആക്ട് ഇപ്പോഴേ മദ്രസ ബോർഡും റദ്ദാക്കുന്നു അങ്ങേരുടെ വിലാപം. അപ്പോൾ നിയമം പാസ്സാക്കി കഴിഞ്ഞ് നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല. നിയമസഭ പാസ്സാക്കുന്നതാണല്ലോ, അതിനുവേണ്ടിയല്ലേ നിയമം നിൽക്കുന്നത്. അല്ലാതെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് പിന്നെ സുപ്രീം കോടതിയിൽ പോകാനൊന്നുമല്ല, നിയമസഭ തന്നെയാണ്. അതിൻ്റെ ബില്ലിൻ്റെ അനുമതിയാണ് മന്ത്രിസഭ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു നേരത്തെ ഹരീഷ് റാവത്ത്. അങ്ങേര് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ വേണ്ടത് മദ്രസ ബോർഡ് മോഡേണൈസ് ചെയ്യാണ്, ആധുനികീകരിക്കുക. സംസ്കൃത സ്കൂളിൽ സംസ്കൃത പണ്ഡിതന്മാർ ധാരാളം കാണുമല്ലോ, സംസ്കൃത സ്കൂളൊക്കെ ഉണ്ടാക്കിയ അതുപോലെ വേണം
മദ്രസകളെയും കണക്കാക്കാൻ എന്നാണ് കോൺഗ്രസിൻ്റെ പഴയ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ തീരുമാനം അത് കയ്യിൽ വെച്ചാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ നിയമം വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.